ഞാൻ നായകൻ സമയത്ത് ആഡിസ് ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വാള് കയ്യിൽ കിട്ടിയിട്ട് കളിപ്പാട്ടം. അത് എങ്ങനെയാണ് ചെയ്യാന്ന്. അതിൽ ആഡിസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ലൈക്ക് കുറെ കാലത്തിന് ശേഷം ഈ നായകനുള്ളവരെയൊക്കെ ആഡിസ് കാണുന്നു. അപ്പൊ ആഡിസ് ഈ ഒരു ആക്ടിങ് ആ ഫീൽഡെ വിട്ടിട്ട് വേറൊരു ബിസിനസ്, അവിടെ കരിക്ക് ബിസിനസ് ആണ് ചെയ്യുന്നത്. ഇപ്പം ആഡിസ് എവിടെ വന്നു? ഏകദേശം അതുപോലൊക്കെ തന്നെ തോന്നും, ഏകദേശം അതുപോലൊക്കെ തോന്നും എനിക്ക്. പക്ഷെ എന്തായാലും എല്ലാരും അവരെ ലൈഫ്, അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഈ സ്റ്റേറ്റ് ഓഫ് ഇപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നായകനിലത്തെ ആൾക്കാരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്റെ സ്കൂളിലത്തെ ആൾക്കാരൊക്കെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡാർക്കിലേക്ക് പോകും. ഇപ്പോഴത്തെ എന്റെ നായകനിലെ ആൾക്കാരെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്കൊരു കുട്ടി ഉണ്ടാവാൻ പോണു, മറ്റാളുടെ കല്യാണം നടക്കാൻ പോണു, മറ്റാളുടെ ബിസിനസ് തുടങ്ങി, മറ്റാള് തെലുഗുല് സൂപ്പർ സ്റ്റാർ ആവാൻ പോണു, മറ്റാള് തമിഴില്, അങ്ങനെ 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 എല്ലാരും അവരുടേതായ രീതിയിൽ എന്തൊക്കെയോ ചെയ്യണ്ട്. നമ്മൾ മാത്രം എവിടെയൊക്കെ ചെന്നെത്തും എന്നുള്ളൊരു സംഭവത്തിലാണ്. സ്കൂളിലത്തെ ഫ്രണ്ട്സിനൊക്കെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ്. 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ അതുമാതിരി ഒക്കെ ആയി, മനസ്സിലായോ? അവരത്രയും വലുതായി. അപ്പൊ ഇത് പറയുമ്പോ ഇങ്ങനെ ആഡിസ് ഒരു സ്റ്റക്കിലാണ്. അങ്ങനെയൊന്നുമില്ല. ആഡിസ് ഇപ്പൊ എന്തായാലും February 14 സിനിമ എത്തിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് എത്തി ഒരു ഡയറക്ടർ ആവാൻ പോവാണ്. ബാക്കി അത് ആഡിസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയല്ലേ. ഇപ്പം എന്താ പറയാ, നമ്മള് അഭിനയം എന്നുള്ള രീതിയിൽ നിന്ന് മാത്രമല്ല, നമുക്ക് ഇത് പറ്റും എന്ന് ആഡിസ് അവിടെ തെളിയിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ശരിയാ, അതൊക്കെ കേൾക്കുമ്പോ നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും അതിലേക്ക് എത്തിയിട്ടില്ല. പറഞ്ഞ ഐ ഡോണ്ട് നോ ഹൗ ഐ വിൽ ബി ഓൺ സെറ്റ്. അതും എനിക്കറിയില്ല, ആൾക്കാരെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുക പരിപാടിയൊക്കെ. ഐ തിങ്ക് ഞാൻ കുറച്ചുകൂടി ആൾക്കാരെ വെക്കും അതിന് വേണ്ടിയിട്ടും. എനിക്ക് എന്തായാലും ഇങ്ങനെ ഇപ്പൊ ചേച്ചിയോട് ഞാനിപ്പോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ചേച്ചി ഇങ്ങനെയാണ് സീക്വൻസ് പറയണെന്ന് പറഞ്ഞെങ്കിൽ, ചേച്ചി ഇപ്പൊ പറയാണ് അല്ല എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ പറഞ്ഞ, അയ്യോ ചേച്ചി ചതിക്കല്ലേ ചേച്ചി, എന്റെ പടം പോവും ചേട്ടാ, ഡേറ്റ് പോവും, രാത്രിയായി ലൈറ്റ് പോയി, അങ്ങനൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആരെങ്കിലും സംസാരിക്കോ? ഇല്ല. അതിന് വേണ്ടിട്ട് വേറെ ആൾക്കാരൊക്കെ ഞാൻ വയ്ക്കും. നിങ്ങൾ പറഞ്ഞോ, കൊടുത്തോ, ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത്. ഇല്ല ഞാൻ അതും പറയില്ല. ഞാൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ അതൊന്നും എനിക്ക് ഐ ഡോണ്ട് നോ. ഞാൻ അത്ര യോഗ്യനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പ്രൊജക്ട് തലയിലുള്ള ഒരു ഐഡിയ പേപ്പറിലേക്ക് കൊണ്ടുവന്നു, അതിന്റെ ഒരു സെക്കൻഡ് ഡ്രാഫ്റ്റ് കൊണ്ടുവന്നു, അതൊരു സ്ക്രിപ്റ്റ് ആക്കി, അതൊരു സിനിമ ആക്കണം. അതാണ് ഒരു അതിലാണ്. അപ്പം ബേസിക്കലി അത്രേ ഉള്ളൂ. വേറെ ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാരെ ഞാൻ വെക്കും. ലെറ്റ് ദം ഡു ദോസ് ഡീറ്റെയിൽസ് ബിക്കോസ് ഐ ഹാവ് ടു ആക്ട് ഓൾസോ. ഞാൻ അത്ര ഐ ക്യാൻ ഹാൻഡിൽ എവറിതിങ് പരിപാടി അല്ല. So I can never think of myself like ഒരു പൃഥ്വിരാജ് സാർ പോലെ അങ്ങനൊക്കെ പറയണെന്ന്, അല്ലെങ്കിൽ ബേസിൽ ചേട്ടനെ പോലെ, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാരും ഇപ്പൊ ജോജു ചേട്ടനെ പോലെ. നോ, ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ക്യാൻ നോട്ട് ഡു ഇറ്റ്. പണി മൂവി അത് കണ്ടോ? അടിപൊളിയല്ല. ജോജു ചേട്ടൻ്റെ ഞാൻ ഭയങ്കര വലിയ ഫാനാ. ക്യാമറയില് സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഐ തിങ്ക് ഐ വാസ് എ ഫാൻ ഫ്രം ലൈക്ക് എ ലോട്ട് ബിഫോർ, ലൈക്ക് സിൻസ് ജോസഫ്, ആൻഡ് ഐ ബീൻ എ ബിഗ് ഫാൻ. ജോജു ചേട്ടൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. എന്താ വെച്ചാൽ പിന്നെ ഓൺ സെറ്റ് ഓൾസോ ആളുടെ കുറച്ച് പരിപാടികളുണ്ട്. ഹീസ് വൺ ഓഫ് ദോസ് വെരി എന്താ പറയാ, ലോർഡ് ഓഫ് ദ റിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ലോർഡ് ഓഫ് ദ റിങ്സ് ഒന്നും കണ്ടിട്ടില്ല. അല്ല, അപ്പൊ അതില് ഉള്ള കുറെ ക്യാരക്ടേഴ്സ്, അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ പോലെ തോന്നും എനിക്ക്. ഭയങ്കര ഒരു ഓറയുണ്ട്, സെറ്റിലേക്ക് വന്നാലും ഒരു ഓറയുണ്ട്. 10 ആൾക്കാർ തിരിയും ആള് വന്ന ആള് സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഹീസ് വെരി സ്വീറ്റ്, ബട്ട് ഓൺ സെറ്റ് ഹീസ് സംതിങ് എൽസ്. ആള് ടെററാണ്. അഭിനയിക്കുമ്പോൾ ആള് ഭയങ്കര സ്വീറ്റാണ്. പക്ഷെ ഐ എം ഷുവർ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ആള് വേറെ ലെവലായിരിക്കും. ഇപ്പൊ ഒരുമിച്ച് എന്തായാലും അഭിനയിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ സമയത്ത് എന്തെങ്കിലും ഒരു ടിപ്പൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് എപ്പോ വേണമെങ്കിൽ ചോദിച്ചാണ്ട് സെറ്റിൽ മറ്റേ കാരവാനിലേക്ക് പോവാം. ഷമീർ ചേട്ടനൊക്കെ എന്റെ നല്ല ഫ്രണ്ടാണ്. നമ്മുടെ ജോജു ചേട്ടന്റെ അസിസ്റ്റന്റ് ഒക്കെ നല്ല. ആ ചേട്ടനൊക്കെ എല്ലാ സിനിമയിലും ജോജു ചേട്ടൻ പ്ലേസ് ചെയ്യും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. എല്ലാ സിനിമയിലും ഷമീർ ചേട്ടനെ ജോജു ചേട്ടൻ പ്ലേസ് ചെയ്യും. അത് ഭയങ്കര ഒരു അടിപൊളി സംഭവം. അത് കാരണം ഞാൻ എന്തെങ്കിലും ഇഫ് ഐ വോണ്ട് ടു സേ സംതിങ് ടു ജോജു ചേട്ടൻ, ഐ വിൽ കോൾ അപ്പ് ഷമീർ ചേട്ടാ
ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരു കാര്യമുണ്ട്, അത് ജോയിച്ചേട്ടനോട് പറയണേ, പടം ഇങ്ങനെ പൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ സമയത്തൊക്കെ ഡയറക്ഷനിലും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത്, അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ എനിക്ക് ഒരു ഷെഡ്യൂള് എനിക്ക് അൻവർ കെയർ സെറ്റിൽ ട്രാൻസിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഒരു ഷെഡ്യൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നായകൻ ഉണ്ടായി. അപ്പോൾ അതിൽ ഐ കുഡ് ബി ഓൺ ദറ്റ് സെറ്റ് ഫോർ ലോങ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറെ നല്ല നല്ല ആൾക്കാരുടെ സെറ്റിൽ ഞാൻ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അവരെന്താണ് നായകനിൽ വരുന്നതിനേക്കാളും മുന്നേ ട്രാൻസിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുമ്പ് വേറെ കഥ, അതൊക്കെ ഭയങ്കര. അതിന്റെ മുമ്പ് ഞാൻ അനുപമ ചോപ്രയുടെ അസിസ്റ്റന്റ് ആയിട്ടുണ്ട്. ജിയോ മാമി മുംബൈ ഫിലിം ഫെസ്റ്റിവലിൽ അനുപമ ചോപ്രയുടെ അവിടെ ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു. അതിന്റെ മുമ്പ് ഞാനൊരു റേഡിയോ ജോക്കി ആയിരുന്നു, ഗ്രീൻ FM. അതിന്റെ മുമ്പ് അമേരിക്കയിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ പഠിച്ചു. അങ്ങനെ കുറെ സ്ഥലത്ത് തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. പച്ചക്ക് പറയുകയാണെങ്കിൽ വെറുതെ ആകില്ല എന്നുള്ളൊരു ഇല്ല. നമ്മള് ബേസിക്കലി അതാണ്. പിന്നെ കുറെ ഫസ്റ്റ് എക്സ്പീരിയൻസുകൾ നമ്മുടെ ഫസ്റ്റ് സിനിമയിൽ വരുന്നാണ് പറയാം. നമ്മുടെ ലൈഫിലത്തെ ഏതെങ്കിലുമൊക്കെ ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഡയറക്ടർമാരുടെ ഫസ്റ്റ് ലൈഫിലത്തെ എക്സ്പീരിയൻസുകൾ എല്ലാതും ആണ് നിങ്ങളുടെ ഫസ്റ്റ് സിനിമയിലേക്ക് വരിക. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഈസ് വെയർ മൈ സ്റ്റോറീസ് കം ഫ്രം, മൈ ഐഡിയാസ് കം ഫ്രം. ചിലപ്പോൾ ആ സ്റ്റോറീസ് ഒന്നും നിങ്ങൾക്കൊന്നും മനസ്സിലായാൽ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വരും. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ ഹാവ് റിലേറ്റഡ് ടു ഇറ്റ്. ആൻഡ് കുറച്ച് ആൾക്കാരോട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കും എങ്ങനെയാണ് ഈ കഥ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവർ പറയും ഇത് എന്തായാലും വർക്കാവും എന്നുള്ളൊരു സംഭവമൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും.